എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പല്ലവി ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വിഷമത്തിലാണ് പ്രിൻസിപ്പളിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണേ. ആ ഇന്ദ്രൻ അവരെ കൊണ്ട് ഒരു രക്ഷയില്ല. അവൻ തന്നെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ വേണ്ട, തന്നെ മനഃപൂർവ്വം കെണിപ്പെടുത്താൻ വേണ്ട കോളേജിലേക്ക് വന്നിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ, എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൾ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം മാനേജ്മെന്റ് ഉണ്ട്. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തനിക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ ജോലി റിസൈൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. പക്ഷെ ഈ ജോലി റിസൈൻ ചെയ്ത് അത് ശരിയാകത്തില്ല. ഇന്ദ്രനെ പേടിച്ച് ഈ ജോലി റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പല്ലവിക്ക്. അങ്ങനെ പല്ലവി എന്ത് ചെയ്യണം, സ്റ്റാഫ് റൂമിലേക്ക് അങ്ങോട്ട് പോണ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് വരുവാണ്. പല്ലവിയെ കണ്ടതും ഇന്ദ്രൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് പല്ലവിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. പല്ലവിന്ന് വിളിച്ചോണ്ട് പല്ലവിക്ക് ദേഷ്യ സങ്കടം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പല്ലവി പെട്ടെന്ന് ആ കൈ അങ്ങോട്ട് വിടുവിക്കാൻ ശ്രമിച്ചു. അയ്യോ പല്ലവി ഇങ്ങനെ ഇങ്ങനെ ഇതാവല്ലേ, ഇതേ ഞാനൊന്ന് കയ്യെ പിടിച്ചെന്നോർത്ത് എന്താ കുഴപ്പം, എന്റെ ഭാര്യയല്ലേ നീന്തി ചോദിക്കണം. ഇത് കേട്ടാൻ പല്ലവിക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ പറ്റില്ല. പല്ലവി വിളിച്ച, ആരാടാ നിന്റെ ഭാര്യ? ഞാനോ? ഞാൻ നിന്റെ ടീച്ചറാ. എന്നെ ടീച്ചർ എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ, പറഞ്ഞിട്ടല്ലോ കോൾ മീ ടീച്ചർ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ, ആഹാ കൊള്ളാലോ, അത് നല്ലതാണല്ലോ. അതെ, ഭാര്യ ടീച്ചർ, ഭർത്താവ് സ്റ്റുഡന്റ്, എന്തുകൊണ്ടും കൊള്ളാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിയുടെ താടിയിലൊക്കെ പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും പല്ലവി ആ കൈയൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റുവാണ്. വിടറാന്നും പറഞ്ഞോണ്ട്, ദേ ഇന്ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ നീ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെ ടീച്ചറായി എന്നെ അതേ ബഹുമാനത്തോടെ കൂടെ കാണണമെന്ന് പറയണം. അത് കൊള്ളാലോ, അത് നല്ല ഏർപ്പാടാണല്ലോ എന്ന് പറയണ. അയ്യോ പല്ലവി ടീച്ചർ ഇങ്ങനെ പിണങ്ങി പോവല്ലേ, അവിടെ നിൽക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണ. ടീച്ചറുടെ ക്ലാസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ആ ക്ലാസ് കൂടാനല്ലേ ഞാൻ വന്നേ. അപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കാതെ ഇങ്ങനെ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവണേന്ന് ചോദിക്കാം. ഇത് കേട്ടതും പല്ലവിക്ക് സങ്കടവും ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. പല്ലവി പെട്ടെന്ന് സ്റ്റാഫ് റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. ഇതിന്റെ ഒരു ചിരി അങ്ങ് ചിരിക്കുവാണ്. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലടി പല്ലവി, എവിടം വരെ നീ ഓടും? ഓടിയിട്ട് അവസാനം ഈ ഇന്ദ്രന്റെ കാൽക്കീഴിലേക്കാ വരാൻ പോണേ. അങ്ങനെ പല്ലവി സ്റ്റാഫ് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൻ ടീച്ചർ ചോദിച്ചു, എന്തായി കാര്യങ്ങൾ, പ്രിൻസിപ്പാളോട് സംസാരിച്ചോന്ന് ചോദിക്കണം. അതൊന്നും ശരിയാകത്തില്ല, പ്രിൻസിപ്പാളോട് സംസാരിച്ചു, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. പല്ലവിക്ക് പിന്നെ അന്നത്തെ ദിവസം അവിടെ ക്ലാസ്സിൽ ഇരിക്കാനേ തോന്നിയില്ല. പല്ലവി നേരത്തെ തന്നെ വീട്ടിലേക്ക് വരിക. പല്ലവിക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പൂർണ്ണിമ വെച്ച്, എന്ത് പറ്റി മോളെ, ഇതെന്താ നേരത്തെ വന്നേന്ന് ചോദിക്കണം. ഒന്നുമില്ല, എന്താ കാര്യം, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. പിന്നീട് ഇന്ദ്രനെ കുറിച്ചുള്ള പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ, ആഹാ അവനപ്പൊ വെറുതെ വിടാനായിട്ട് ഉദ്ദേശമില്ലേ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ, നമുക്കൊരു കാര്യം ചെയ്താലോ, പോയി കംപ്ലൈന്റ് കൊടുത്താലോ? കംപ്ലൈന്റ് കൊടുത്താലൊന്നും കാര്യമില്ല പൂർണ്ണിമ, കാരണം അവന് സ്റ്റുഡന്റ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്, അവന് പഠിക്കാനുള്ള അവകാശമുണ്ട്. അവൻ പറയുക, ഞാൻ സ്റ്റുഡന്റ് ആണ്, ഞാൻ പഠിക്കാൻ വന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോരാത്തിന് ഡിവോഴ്സ് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം. പൂർണ്ണം പറഞ്ഞു, അതെ മോൾ ഇങ്ങനെ പേടിച്ചു കുറച്ച് പിന്മാറിയിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ധൈര്യം കാണിക്കണം. അവൻ സ്റ്റുഡന്റ് ആയിട്ട് വരട്ടെ, നീ ടീച്ചറല്ലേ, പിന്നെ നീ എന്തിനു ഭയക്കണം? നീ പറഞ്ഞാൽ അനുസരിക്കേണ്ടവനാ സ്റ്റുഡന്റ്, അതറിയാലോ. അപ്പൊ നിനക്ക് അവനെ പറഞ്ഞ് അവിടെ ഇരുത്താനായിട്ട് സാധിക്കണം. അവന്റെ മുന്നില് വെറുതെ ഇങ്ങനെ തോറ്റു തുന്നം പാടി ഓടുവല്ല നീ ചെയ്യണ്ടേ, അവനെ എതിർത്ത് അവന്റെ മുന്നിൽ ധൈര്യസമയം നിന്നു കൊടുക്കണം. അതാ ഒരു പെണ്ണിന്റെ ശക്തി എന്ന് പറയാം. ചേട്ടൻ പല്ലി പറഞ്ഞു, എനിക്കറിയില്ല, അവൻ ക്ലാസ്സിൽ വന്നിരിക്കും മറ്റു കുട്ടികളൊക്കെ എന്നെ നോക്കി ചിരിക്കുക, അതൊക്കെ നിന്റെ ഒരു തോന്നലല്ലേ. ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കാണും, പക്ഷേങ്കില് 3-ാം ദിവസം ഇതെല്ലാം മറക്കും, പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഓട്ടോമാറ്റിക്കലി അതെല്ലാം അങ്ങനെ അങ്ങ് നടന്നു പോയിക്കോളെന്ന് പറയാം. അങ്ങനെ പല്ലവിയുടെ മനസ്സിൽ കുറച്ച് ധൈര്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് വൈകുന്നേരം സ്വാതി കോളേജ് വിട്ട് വരുവാണ്. അങ്ങനെ സ്വാതി വന്നിട്ട് ഉദയനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാം, ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ വിളിച്ചോണ്ട് പോവാ. അപ്പത്തേനും അച്ഛൻ കൂടെ അങ്ങോട്ട് വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ചേച്ചി വന്നോ, കേട്ടോ, ഇങ്ങോട്ട് വരാൻ പറയാൻ. അങ്ങനെ വിളിച്ചോണ്ട് പോയി. എന്താ എന്താ സ്വാതി കാര്യം എന്ന് ചോദിക്കാം. അതൊരു കാര്യമുണ്ട് എന്ന് പറയണ. ഋതു ചോദിച്ചു, എന്താ? അല്ല ഇവിടെ ഒരു പല്ലവി ഉണ്ടല്ലോ, എന്റെ പല്ലവി ടീച്ചർ. ആ ടീച്ചറുടെ ഭർത്താവ് ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ക്ലാസ്സിൽ വന്നോ? ഇന്ദ്രനോ? അതെ, സ്റ്റുഡന്റ് ആയിട്ട് വന്ന ഞങ്ങളുടെ കോളേജിൽ ഒരു വെക്കേഷൻ കോഴ്സ് ഉണ്ട്, അപ്പൊ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ അതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ വന്നാന്ന് പറയണം. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. പല്ലവി ടീച്ചറും ഇന്ദ്രൻ സ്റ്റുഡന്റും നല്ല കഥയായിപ്പോയി. എന്നിട്ട് എങ്ങനെ ഉണ്ടാവാനാ? ആദ്യത്തെ പീരീഡ് തന്നെ ടീച്ചർ നാണം കെട്ട് ഇറങ്ങിപ്പോയി. അതേ അവസ്ഥയല്ലായിരുന്നോ? ആ പല്ലവിക്കുടെ നല്ല 8ന്റെ പണി തന്നെ ഇന്ദ്രൻ കൊടുത്തേന്ന് പറയാണ്. ഷോ, അത് സീനൊന്നും കാണാൻ പറ്റില്ലോ എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ അച്ചു പറഞ്ഞു,
എന്താ സ്വാതി നീ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് പല്ലവി ചേച്ചിനെ കുറിച്ച്. ഓഹോ, അപ്പൊ അച്ചുവിനെ എത്രയൊക്കെ പറഞ്ഞത് അവരോടാ അല്ലേ? പിന്നെ അല്ലാതെ എനിക്ക് പല്ലവി ചേച്ചിനെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇന്ദ്രന്റെ സ്വഭാവം അറിയാവുന്ന. അതുകൊണ്ട് നീ വലിയ അടുപ്പത്തിലൊന്നും പോണ്ട അയാളുമായിട്ട്. പിന്നെ അടുപ്പത്തിന് പോയിരിക്കാണ്ട് എന്റെ ക്ലാസ്മേറ്റിന് എനിക്ക് എന്താ കുഴപ്പം? ഞങ്ങൾ സംസാരിക്കും. പ്രത്യേകിച്ച് പല്ലവിയുടെ ഭർത്താവല്ലേ, അപ്പൊ പിന്നെ എനിക്ക് അടുത്തിടപഴകാതിരിക്കാൻ പറ്റുമോ? അയാളെ കയ്യിലെടുത്തിട്ട് വേണം പല്ലവിക്കിട്ട് 2 കൊട്ടു കൊടുക്കാനെന്ന് പറയാം. ഋതു പറഞ്ഞു അത് പൊളിച്ചു. നീ ഒരു കാര്യം ചെയ്യ, കോളേജ് വെച്ച് പല്ലവിനെ മാക്സിമം അങ്ങോട്ട് നാണം കെടുത്തിക്കോ. നമുക്ക് ദയവായിട്ട് കൊണ്ടുവന്നൊരു അവസരമാണെന്ന് പറയണം. ഋതു പറഞ്ഞു അത് ശരിയാ, അതിനുള്ള ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ടെന്ന് പറയാം. അവസാനം പല്ലവി അവിടെ നാണം കെട്ട് ഓടണം. അങ്ങനെ വന്ന് പല്ലവി ജോലി റിസൈൻ ചെയ്യണം. ഒന്ന് ഓർത്ത് നോക്കി, ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വരുമാനം ഇല്ലാതെ പോകും. വരുമാനം ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് ചോദിക്കാം. അത് ശരിയാച്ചി, അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം, ഞാൻ ആ ഇന്ദ്രനെ എരിപൊരി കയറ്റിക്കോളാം. അങ്ങനെ അവരെ തമ്മില് അകറ്റി 2 പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ സ്വാതി പറയണം. അവനിട്ടുള്ള അല്ല അവൾക്കിട്ടുള്ള പണിയായിരിക്കും 8ന്റെ പണി തന്നെയായിരിക്കും കിട്ടാൻ പോണെന്ന് ഋതുവും പറയാം. എന്തെന്നില്ലാത്ത സന്തോഷം 2 പേർക്കും തോന്നിയത്. ആ സമയം വല്ലാത്ത സങ്കടത്തിലായിരുന്നു അവള് പല്ലവി. കാരണം പല്ലവിക്കാണെങ്കിൽ ഇന്ന് നാളെ എങ്ങനെ കോളേജിൽ പോകും, അതിനെക്കുറിച്ചുള്ള ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് സേതു അങ്ങോട്ട് വരുവാണ്. സേതു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പൂർണിമ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇന്ദ്രൻ കോളേജിൽ ചെന്ന കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സേതുവിന് നല്ല ദേഷ്യം വന്നു. പൂർണ്ണിമ പറഞ്ഞു അതെ, സേതു ഇല്ലാത്തതിന് ധൈര്യം അവനവിടെ കാണിക്കുന്നേ. എന്താണെന്നറിയോ, നീ അവിടെ ഇല്ലല്ലോ, അപ്പൊ എന്തു ആവാലോ. കോളേജിൽ കയറി ചെന്ന് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രം അവനതൊക്കെ ലക്ഷ്യം കണ്ടോണ്ടാ അങ്ങോട്ട് ഇന്ദ്രൻ കയറി ചെന്നേക്കെന്ന് പറയണം. ഇത് കേട്ടതപ്പം സേതു പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പൂർണ്ണിമ എന്ന് പറയണേ. എന്ത് ചെയ്യാൻ പറ്റും, കോളേജല്ലേ, നമുക്ക് അവിടെ കയറി ചെന്നത് അവനോട് മല്ലടിക്കാനൊന്നും പറ്റില്ല. കോളേജിൽ കയറി പ്രശ്നം ഉണ്ടാക്കാനും പറ്റില്ലല്ലോ എന്ന് പറയണം. അത് ശരിയാ, ഞാനിന്ന് പല്ലവിനെ കാണട്ടെ എന്നൊക്കെ പറയാം. പിന്നീട് പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പല്ലവി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുമായിരുന്നു. പിന്നീട് സേതു എന്നിട്ട് പറഞ്ഞു അതെ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുകയാണ്. വിഷമം ആർക്ക്? എനിക്ക് വിഷമമൊന്നും ഇല്ലാന്ന് പറയണേ. നമ്മൾ വിഷമിച്ചിരിക്കേണ്ട സമയമല്ലത്, അറിയാലോ, ബോൾഡ് ആയിട്ടിരിക്കേണ്ട സമയമാണ്. അതെ, പല്ലവി ടീച്ചറല്ലേ, പല്ലവി കോളേജിൽ പോയി പഠിപ്പിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഇനി പല്ലവിക്ക് വല്ല പ്രശ്നമുണ്ട്, ഒരു കാര്യം ചെയ്യാം, പല്ലവി ഈ ജോലി അങ്ങ് റിസൈൻ ചെയ്താരെ, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണേ. ഇപ്പൊ ജോലി വേണമെന്ന് പല്ലവിക്ക് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു ജോലിയൊന്നും ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നില്ല. അവനെ പേടിച്ച് ജോലി റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിലിരിക്കാനോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല സേതുവേട്ടാ. അതെ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ കോളേജിലേക്ക് പോവുക തന്നെ ചെയ്യും. അതെ, അവന്റെ മുന്നിൽ നിന്ന് ഞാൻ ക്ലാസ് എടുക്കുകയും ചെയ്യും. ഇന്ദ്രനല്ല ഏത് ദേവേന്ദ്രൻ വന്നാലും ഇനി ഇപ്പൊ എന്നെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ സാധിക്കില്ലെന്ന് പറയണം. ഇത് കേട്ട സേതു പറഞ്ഞു പെൺകുട്ടികളാണ് ഇങ്ങനെ വേണമെന്ന് പറയാം. അത് സേതുവേട്ടാ, നമ്മളിങ്ങനെ അവനെ പേടിച്ച് മാറുന്തോറും അവൻ നമ്മളിട്ട് ഓടിച്ചോണ്ടിരിക്കും. പക്ഷെ തിരിഞ്ഞങ്ങ് നിന്നിട്ടാണെങ്കിൽ പിന്നെ അവൻ തിരിഞ്ഞു ഓടത്തുള്ളൂ. അതുപോലെ വേണം നമ്മള്. ഒരു പക്ഷേങ്കില് എന്റെ മനസ്സിൽ സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ട്, വിഷമമുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പുറത്ത് കാണിക്കില്ല. എന്റെ മനസ്സിൽ പേടിയുണ്ടെപ്പോൾ ഞാൻ ഒന്നും കാണിക്കത്തില്ല. അവന്റെ മുന്നിൽ ഞാൻ നല്ല ബോൾഡായിട്ട് നിൽക്കും. കാരണം അതുപോലത്തെ കുറെ സമ്മാനങ്ങൾ അവൻ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അവനെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പും വെറുപ്പോ വരുന്ന ഇന്ത്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും. ഇത് കേട്ടാ സേതു പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അവന് വരുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവന് കോളേജിൽ കയറിയില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തുള്ളൂ. കോളേജിന് പുറത്ത് എനിക്ക് എന്ത് വേണം ചെയ്യാലോ. അവൻ എന്തേലും അങ്ങനെ എന്തേലും വൃത്തികെട്ട പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി വരുമ്പോൾ അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ കാര്യത്തിൽ പല്ലവി പേടിക്കണ്ടെന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പല്ലവി കോളേജിലേക്ക് പോകാൻ ഇറങ്ങുക. സേതു പറഞ്ഞു അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണിമയും വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മോള്, ധൈര്യമായിട്ട് പോക്കോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ധൈര്യം നിന്നാ പല്ലവിനെ വിടുന്നേ. ആ സമയം ഇന്ദ്രൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. അപ്പോഴേക്കും അങ്ങോട്ട് രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു എടാ മോനെ നീ ഇതെങ്ങോട്ടാ? അമ്മ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോളേജിൽ അഡ്മിഷൻ ശരിയായി, ക്ലാസ്സിൽ പോണെന്ന്. ഓ മനസ്സിലായി, ആ പല്ലവി പഠിപ്പിക്കുന്ന കോളേജിൽ. അതമ്മേ, പല്ലവിയുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ പോണെന്ന് പറയും. എടാ ഇന്ദിര, നീ അവളുടെ ക്ലാസ്സിൽ പോയിരുന്നിട്ട് എന്ത് കിട്ടാനടാന്ന് ചോദിക്കും. എന്റെ അമ്മേ, അവളെക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റുന്ന അവസരം നമ്മൾ അങ്ങനെ വിനിയോഗിക്കണ്ടേ? അവളെ നാണം കെടുത്താൻ പറ്റുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്നലെ തന്നെ അവള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇന്ന് കണ്ടോ, ഇന്ന് അവൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അവള് ജോലിയും കളഞ്ഞ് വീട്ടിൽ ഇരിക്കണം. അങ്ങനെ അവള് ജോലി കളയണം. അതിന് വേണ്ടിയിട്ടുള്ള എന്റെ പ്ലാനാ. ജോലിയും കൂലിയും ഇല്ലാതെ അവൾ ഇരിക്കണം. അവൾ എവിടെ പോയാലും അവളുടെ പുറകെ ഞാൻ ചെല്ലുമെന്ന് പറയാം. അമ്മ ഒരു കാര്യം ചെയ്യാം, ഈ ഇന്ദ്രന് നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാൻ കഴിയണം. അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയുടെ കാലിലേക്ക് വീണ് അനുഗ്രഹം മേടിക്കുകയാണ്. അതെ, ഈ മോൻ പോയിട്ട് വരാം, വിജയശ്രീ ലാളിതനായിട്ടായിരിക്കും ഞാൻ തിരികെ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇന്ദ്രൻ പോവാണ്. അപ്പൊ രാജലക്ഷ്മി മനസ്സിലോർത്ത് എന്റെ ദൈവമേ, എന്റെ മോനെ കാത്തോണേ,
എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.